ഹലോ, എല്ലാവർക്കും ലിസാസ് ഫ്ലേവേഴ്സിൻ്റെ വക ഹാപ്പി ഓണം. അപ്പോൾ ഇഞ്ചിക്കറി ഉണ്ടാക്കാതെ ഓണം സദ്യ എന്തായാലും എല്ലാവരും കഴിക്കൂലല്ലോ. അപ്പോൾ നമുക്കൊരു ഇഞ്ചിക്കറി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിന് ഞാൻ ഒരു പാനിൽ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പം 1 ടേബിൾ സ്പൂൺ കടുകിട്ട് നല്ലതായിട്ട് ഇതേ പൊട്ടി വരുന്നുണ്ട്. അതിൻ്റെ കൂടെ കുഞ്ഞതായിട്ട് അരിഞ്ഞ ഇഞ്ചി, വളരെ ചെറുതായിട്ട് അരിയണം, ഒരു 1.5 കപ്പോളം ഇഞ്ചി ഞാൻ കുഞ്ഞതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത്, രണ്ടും വളരെ കുനുകുനാന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം. എന്നിട്ട് നമുക്ക് ആ വെളിച്ചെണ്ണയിൽ അതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, അതായത് ഒന്ന് ഫ്രൈ ആയി കിട്ടണം വരെ. ഇപ്പം എണ്ണ കുറച്ച് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് നല്ല മൊരിഞ്ഞ് വരുന്നവരെ, അതിനെ ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ അതിനെ ആ വെളിച്ചെണ്ണയിൽ കിടന്ന് മൊരിച്ചെടുക്കണം. അപ്പോഴാണ് അതിന് നല്ല ക്രിസ്പായിട്ട് പിന്നെ നമ്മൾ അടുത്ത പ്രോസസ്സിലോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പില കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്, സ്വാദ് കൂടും. അപ്പോൾ കറിവേപ്പിലയും അതിനകത്തിട്ട് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഇഞ്ചിയൊക്കെ നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊടികളായിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ഉപ്പും ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് അതിനെ നന്നായിട്ട് ഇപ്പോൾ വറുത്ത് കോരി ഞാൻ ആ പ്ലേറ്റിലോട്ടൊന്ന് മാറ്റുകയാണ്. വറുത്ത ഇഞ്ചിയും പച്ചമുളകും മസാലപ്പൊടിയും കറിവേപ്പില എല്ലാം കൂടെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി, എന്നിട്ട് ആ പാനിൽ തന്നെ നമുക്ക് ഒരു കപ്പോളം നല്ല വാളൻപുള്ളി പിഴിഞ്ഞത് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ആ ഇഞ്ചി വറുത്തതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരു 2-3 കറക്ക് മിക്സിയിൽ കറക്കിയാൽ മതി. അപ്പോൾ ഒന്ന് ചതഞ്ഞ് കിട്ടാൻ, ഫൈൻ പേസ്റ്റ് ആവണ്ട, നമുക്ക് ഇഞ്ചിക്കറിയിൽ കുറച്ചിങ്ങനെ കടിക്കാൻ കിട്ടണം. അപ്പോൾ അതേ ഇവിടെ അടുപ്പത്ത് നമ്മൾ ആ ആഡ് ചെയ്ത പുളിവെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ക്രഷ് ചെയ്ത ആ ഇഞ്ചി പച്ചമുളക് കൂട്ടും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ശർക്കര, അതായത് ഇഞ്ചിക്കറി എന്ന് പറഞ്ഞാൽ കുറച്ച് മധുരവും എരിവും പുളിയും എല്ലാം കൂടെ ചേർന്നതാണ്. അപ്പോൾ കുറച്ച് ശർക്കരയും കൂടെ ആഡ് ചെയ്തിട്ട് ഇനി നമുക്ക് ചെറിയ തീയിൽ അതിനെ നന്നായിട്ട് തിളപ്പിച്ച് എണ്ണ തെളിയുന്നവരെ തിളപ്പിക്കണം. അത് ചെറിയ തീയിൽ ചെയ്യാവുള്ളൂ. അതെല്ലാം കൂടെ അപ്പോഴാണ് ആ ശർക്കരയുടെ ടേസ്റ്റും പുളിയും ഇഞ്ചിയുടെ ടേസ്റ്റൊക്കെ അതിനകത്ത് പിടിക്കുകയുള്ളൂ. ഇപ്പോൾ കണ്ടോ, നല്ല കറുത്ത കളറിൽ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിക്കറി എല്ലാവരും ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം മുമ്പേ ഉണ്ടാക്കി വെച്ചാലാണ് അതിന് സ്വാദ് കൂടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ ഇഞ്ചിക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.